ഇന്ന് നമ്മളെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡാണ് ഇത്. നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന നമ്മൾ ആശാൻ്റെ കൂടെയാണ്. അപ്പോൾ ആശാനെ നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ച് തരും. ആശാനെ ഇങ്ങനെ ആദ്യം ഓടിക്കേണ്ട വണ്ടി? ആദ്യം നിൻ്റെ ടെസ്റ്റ് എന്താ വെച്ചാൽ നീ ആദ്യം കറക്റ്റ് ക്ലച്ച് പിടിച്ച് റിവേഴ്സ് ഗിയർ ഇടുക, എന്നിട്ട് സ്റ്റിയറിങ് തിരിച്ച് പതുക്കെ അവിടെ പാർക്ക് ചെയ്യുക. ഒരു തുള്ളി തട്ടാൻ പാടില്ല. പക്ഷേ ഗൈസ്, നമ്മൾ സാധാരണ ഡ്രൈവിംഗ് പഠിക്കുന്ന മറ്റേ ചെറിയ ഏതെങ്കിലും ഒരു വണ്ടിയിലല്ലേ, പക്ഷെ ഇതേതാ വണ്ടി നോക്കി സെറ്റ് വണ്ടി. അടുത്ത ട്രിപ്പ് എന്ന് വെച്ചാൽ ഈ വണ്ടി പതുക്കെ ക്ലച്ച് പിടിച്ച് ആക്സിലേറ്റർ ഡ്രൈവ് മൂടിയിട്ട് പതുക്കെ റോട്ടിലോട്ടൊന്ന് ഗൈസ്, നമുക്കാകെ കുറച്ച് 2-3 സ്റ്റെപ്സേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേഗം ഇത് കിട്ടും ഗൈസ്. എന്നെ പതുക്കെ ഒന്ന് ആക്സിലേറ്റർ ചവിട്ടിയേ. ഓക്കെ, ഞാൻ പതുക്കെയാണ് ചവിട്ടാൻ പറഞ്ഞത്. ഭ്രാന്ത്, പതുക്കെ ചവിട്ടാ, പതുക്കെ ആക്സിലേറ്റർ ചവിട്ടാ. എന്തോടെ എൻ്റെ വണ്ടി കാണിച്ച് വെച്ചേ? സാരില്ല, ആദ്യമൊക്കെ വെടിയൊക്കെ ചെയ്യും, എന്നെ ഇടിപ്പിക്കില്ല കേട്ടോ. പതുക്കെ നീ ഒരു കാര്യം ചെയ്യും, ഹാൻഡ് ബ്രേക്ക് ഇട്ടോ, എന്നിട്ട് ഓടിച്ചോ വണ്ടി. അവിടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടാലേ ഈ വണ്ടി സ്പീഡിൽ പോവും, കറവിലൊക്കെ പോകും. അതുകൊണ്ട് നീ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ പോയാൽ മതി കേട്ടോ. അപ്പം ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഒരു 20 പോയാൽ മതി. ഇങ്ങനെ മതി. ഇനി നേരെ അയ്യോ 40 ഒന്ന് ഇടലിട ഡ്രിഫ്റ്റായി പോയി. ഈ പതുക്കെ പോയിട്ട് അതിൻ്റെ ഉള്ളിലാണ് പാർക്ക് ചെയ്ത്. എടാ, അങ്ങോട്ട് ഇടിച്ചു കയറ്റല്ലേ പറഞ്ഞ, അതിൻ്റെ ഉള്ളിൽ പതുക്കെ പാർക്ക് ചെയ്യാൻ. പതുക്കെ എന്ന് പറയുമ്പോൾ ഇടിച്ചു പാർക്ക് ചെയ്തു. പതുക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് നീ ആ ലിഫ്റ്റ് എന്നുള്ള സ്ഥാനത്ത് ഒന്ന് കാത്തു. എന്നിട്ട് നീ വണ്ടിയെ റിപ്പയർ ചെയ്തിട്ട് അതിനെ മണ്ടക്ക് കയറ്റി നിർത്തും. എന്നിട്ട് നീ വണ്ടിയെ റിപ്പയർ ചെയ്യണ്ട, അതിനെ മണ്ടക്ക് കയറ്റി നിർത്തിയാൽ മതി. കറക്റ്റായിട്ട്. ഇതിന് പറയുന്നത് ലിഫ്റ്റ് ടെസ്റ്റിനാണ്. അടുത്ത നീ ചെയ്യേണ്ട ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നേരെ പോയിട്ട് ഇങ്ങനെ നീ റോഡിലോട്ട് പതുക്കി വണ്ടി ഇറക്കി. എന്നിട്ട് നീ ഇങ്ങനെ കുറച്ച് ചെറിയൊരു സ്പീഡിൽ പോ. ഓക്കെ ആശാനെ? പതുക്കെ പോടാ, പതുക്കെ. ചത്തില്ല ഈ കൊല്ലം കൊണ്ട് പോടാ. ആശാനല്ലേ സ്പീഡിൽ പോകാൻ? എടാ, ഞാൻ ഒരു മയത്തിൽ സ്പീഡിൽ പോകാനാ പറഞ്ഞേ, അതുകൊണ്ട് ഇതേപോലെ ഒരു റേസറിനെ പോലെ ഓടിക്കാനല്ല. പതുക്കെ എൻ്റെ വണ്ടി വിൽക്കാറ് കൂടുതൽ തവിട് കൂടി ആവാതെ പോകുന്നു. അത് പോട്ടെ, അതൊക്കെ ഓടി. ഇനി അടുത്ത ടെസ്റ്റ് എന്ന് വെച്ചാൽ ഓഫ് റോഡ് ടെസ്റ്റാണ്. ഓഫ് റോഡ് ടെസ്റ്റ് നീ പാസ്സായി കഴിഞ്ഞാൽ നിനക്ക് ലൈസൻസ് കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. ഓഫ് റോഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. ആ ടെസ്റ്റ് നിനക്ക് ഇഷ്ടപ്പെടും മോനെ. ആദ്യം നീ ഇതേപോലെ ഇങ്ങനെ ഓഫ് റോഡ് ഇങ്ങനെ നല്ല പണിയുള്ളതോ നീ ഇങ്ങനെ നല്ല കഷ്ടപ്പെട്ടിട്ട് ആ വഴി കൂടെ നീ വണ്ടി ഇങ്ങനെ ഓടിച്ച് കയറ്റണം. എൻ്റെ മുകളിലെത്തുമ്പോൾ തന്നെ അവിടുന്ന് തിരിച്ചു വരണം. ഡ്രിഫ്റ്റ് അടിക്കുന്ന നീ എപ്പോൾ പഠിച്ചിട്ട് ഇതൊക്കെ ഡ്രിഫ്റ്റ് അടിക്കുക? ആശാനകത്ത് വളച്ചപ്പം തനിയെ ഡ്രിഫ്റ്റായി പോയതാ. ഇനി നേരെ അങ്ങോട്ടൊന്ന് ഇറക്കിയേ. ഓക്കെ, ഈ നേരെ അങ്ങോട്ടൊന്ന് ഇറക്കി. ഓക്കെ ആശാനെ?
ഞാൻ നേരെ ഇങ്ങനെ ഇറക്കുന്നുണ്ട്. എടാ ഒരു മിനിറ്റ്, എനിക്കെന്തോ ഒരു കോള് വരുന്നു. അടുത്ത എനിക്കെന്തൊരു കോള് വന്നിരുന്നു. എന്നെ നേരെ ഇങ്ങനെ പോയി. അയ്യോ ഡ്രിഫ്റ്റായി പോണോ? എനിക്ക് നേരെ ഒന്ന് അങ്ങോട്ടങ്ങ് ഇറക്കും. അടുത്ത ടെസ്റ്റിനൊന്ന് വെച്ചാലേ ആ ടെസ്റ്റിന്റെ പേര് ഞാൻ പറയട്ടെ. ഡ്രിഫ്റ്റിംഗ് ടെക്സ് ആണ് അതിന്റെ പേര്. നീനടുക്ക് ആക്സിഡന്റ് ചവിട്ടി പിടിച്ച നീ റിവേഴ്സ് എടുത്ത് പോയിട്ട് അവിടുന്ന് ഡ്രിഫ്റ്റ് അടിക്കണം. അത് കഴിഞ്ഞാൽ മോനെ നിനക്ക് ലൈസൻസും കിട്ടും. പിന്നെ നീ വണ്ടി എടുത്തിട്ട് ഫുള്ള് കറക്കായിരിക്കും. ഡ്രിഫ്റ്റിംഗ് ടെസ്റ്റ് ചെറുതായിട്ടും ഡ്രിഫ്റ്റ് ചെയ്താൽ മതി, പക്ഷെ ഇടിക്കാൻ പാടില്ല. ചെറിയ ഇടിയൊക്കെ മറ്റേ ഈ ചെറിയ ഇടിയിൽ മറ്റേ വണ്ടി ഇങ്ങനെ കറങ്ങി സൈഡിൽ ബാക്കിലോട്ട് പോകാനൊക്കെ കുഴപ്പമില്ല. പക്ഷെ കറങ്ങിയിട്ട് വലിയ അപകടമൊക്കെ വരുന്ന കുഴപ്പമില്ല. അല്ല ആ കുഴപ്പമുണ്ട്. ഈ പാറക്കല്ലൊക്കെ വണ്ടി പോയി അടിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യും. അയ്യോ 70 പോവല്ലേ, 70 പോവല്ലേ. 20 പോ. നിനക്ക് 10 സെക്കൻഡിൽ കൂടെ ആ ഡ്രിഫ്റ്റ് ഈ റോട്ടിൽ കൂടെ ഓടിച്ചാ നിന്റെ ലൈസൻസ് നിന്റെ കയ്യിൽ. ഇപ്പം തന്നെ ഞാൻ നിനക്ക് ലൈസൻസ് അങ്ങ് കൈ തരും. ഓക്കെ? 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നീ അങ്ങനെ എല്ലാ ടെസ്റ്റും പാസ് ചെയ്തിരിക്കും. ഇന്നാണ് നിന്റെ ലൈസൻസ്. ഹായ്, ലൈസൻസ് കിട്ടി. ഇറങ്ങിപ്പോ ആശാനെ. എന്നാ ശരി. അയ്യോ എന്നെ കൂട്ടിട്ട് പോടാ. അയ്യോ അതെന്റെ വണ്ടിയാണ്. ആശാന്റെ വണ്ടിയല്ലേ, ഇതെവിടെ ഇടിച്ചാൽ കുഴപ്പമില്ല.